നന്നായി കേസ് വാദിച്ചു. പക്ഷേ പ്രതിക്ക് വധശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന ചില അഭിഭാഷകരുടെ സ്വഭാവത്തിലാണ് അദ്ദേഹം ഇവിടെ വാദിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം പറയുകയാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡിൽ അവസാനിച്ചു, മന്ത്രിക്ക് പിന്നെ വേറെ റോളില്ല. ഈ ദേവസ്വം ബോർഡിന് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഗവൺമെന്റിന് യാതൊരു ഉത്തരവാദിത്വമില്ല. ഈ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ നിശ്ചയിച്ചതാരാ? ദേവസ്വം ബോർഡ് ഭരണസമിതിയിലെ അംഗങ്ങളെ നിശ്ചയിച്ചതാരാ? ആ നിശ്ചയിച്ചതിന്റെ മാനദണ്ഡം എന്താ? ഏതെങ്കിലും പൊതു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടാണോ അവിടെ ആളുകളെ നിശ്ചയിച്ചു വെച്ചത്? രാഷ്ട്രീയമായ നിയമനമല്ലേ? അപ്പോൾ ഇവർക്ക് രാഷ്ട്രീയമായ നിയമനം നടത്തിയ ആ ശബരിമലയുമായി ബന്ധപ്പെട്ട ആ ദേവസ്വം ബോർഡിനകത്ത് ആ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഒരു കുറ്റകൃത്യമുണ്ടായാൽ ഇവർക്ക് രാഷ്ട്രീയമായ ധാർമ്മികമായ ഉത്തരവാദിത്തമില്ലേ? ധാർമ്മികതയുടെ ഭാഗമായിട്ടൊരു ഉത്തരവാദിത്വം CPM-നെ സംബന്ധിച്ചില്ലേ? ശരി, അദ്ദേഹത്തിന്റെ വാദം മുഖവിലേക്ക് എടുക്കാം. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിനല്ല ദേവസ്വം ബോർഡിനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ദേവസ്വം ബോർഡാണ് ചെയ്തത്. ദേവസ്വം ബോർഡിനെ നിയമിച്ചത് രാഷ്ട്രീയ നിയമനമാണ്, CPM-ന്റെ അംഗങ്ങളാണ്. അപ്പോൾ CPM-ന്റെ പാർട്ടിയുടെ ഉന്നതമായ കമ്മിറ്റിയിലിരിക്കുന്ന അംഗങ്ങൾ അറിഞ്ഞു നടക്കുന്ന ഒരു കളവിൽ CPM മറുപടി പറയണ്ടേ? ഉത്തരവാദിത്വമില്ലേ? അവർക്കതിന് നടപടി എടുക്കണ്ടേ? നടപടി എടുത്തില്ലല്ലോ. ഇപ്പോൾ പറയുന്നു ഇനി കടകംപള്ളി സുരേന്ദ്രനെതിരെ തെളിവുകൾ വന്നാൽ ഞങ്ങൾ സംരക്ഷിക്കില്ല. നിങ്ങൾ പത്മകുമാറിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയല്ലേ? പത്മകുമാറിനെ ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ SITക്ക് കൊടുക്കുന്ന രാഷ്ട്രീയമായ സന്ദേശം എന്താ? പത്മകുമാറിനെ സംരക്ഷിച്ച് നിർത്തുന്നു, വാസുവിനെയും അടക്കമുള്ള ആളുകളെ സംരക്ഷിച്ച് നിർത്തി SITക്ക് കൊടുക്കുന്ന സന്ദേശം പാർട്ടി ഈ വിഷയത്തിൽ ഇവർക്കൊപ്പമാണ് എന്നുള്ളത് തന്നെയാണ്. അതാണ് പൊളിറ്റിക്കലായിട്ടുള്ള സമ്മർദ്ദം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന CPM-ആണ് ഇപ്പോൾ ഇരുന്ന് ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടൂർ പ്രകാശ് മരണത്തിന് പോയാൽ അതിൻ്റെ ഒരു ചിത്രം വന്നാൽ അല്ലെങ്കിൽ അവിടെ പോയി എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റമാണ്. അടൂർ പ്രകാശിനെ അവർ വന്ന് കണ്ടാൽ അതൊരു കുറ്റമാണ്. കടകംപള്ളി അങ്ങോട്ട് പോയി കണ്ടാൽ അത് സ്വാഭാവികമായ പ്രക്രിയയാണ്. ഇത് ഏത് കാലത്തിരുന്നുകൊണ്ടാണ് വാദിക്കുന്നത്? നോക്കൂ, അടൂർ പ്രകാശ് ഭരണ സംവിധാനത്തിന്റെ ഭാഗമല്ല, കടകംപള്ളി ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാണ്. ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയെ ഇത്തരത്തിലൊരു ഷെയ്ഡി ക്യാരക്ടറായിട്ടുള്ള ഒരാൾ വന്ന് കണ്ടാൽ അതിൽ കുറ്റം കാണാത്ത ഈ CPM-ന് എങ്ങനെയാണ് ഇവിടെ MP-ക്കെതിരെ കുറ്റം കാണാൻ വേണ്ടി സാധിക്കുന്നത്? ഇനി എല്ലാം പോട്ടെ, അദ്ദേഹം പറഞ്ഞതൊക്കെ മുകളിലേക്ക് എടുക്കാം. ഈ പോറ്റി എങ്ങനെയാണ് ഈ സമീപകാലത്ത് നടന്ന ഭീമ ജ്വല്ലറിയുടെ ഒരു ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGP-ക്കും ഒക്കെ ഇത്ര സൗഹൃദത്തിൽ വന്ന് സംസാരിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള അടുപ്പമുണ്ടായി വരുന്നത്? അപ്പോൾ പോറ്റിയുടെ ബന്ധങ്ങൾ എവിടെയൊക്കെയാണ്? ഇനി ഇദ്ദേഹം പറഞ്ഞു ഇന്റർനാഷണൽ ബന്ധമൊക്കെ ഉള്ളത് കോൺഗ്രസിനാണെന്ന് പറഞ്ഞു. ഇന്റർനാഷണൽ ബന്ധം ഈ കേസിന് വരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ഈ സ്വർണം ഇപ്പോഴും കണ്ടുകെട്ടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അത് എവിടെ പോയി? അത് രാജ്യത്തിന് അപ്പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയോ? അന്താരാഷ്ട്ര സ്വഭാവമുള്ള വിഗ്രഹ കള്ളക്കടത്ത് സംഘങ്ങളുമായോ അല്ലെങ്കിൽ ആന്റിക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകളുമായോ ഇതിന് ബന്ധമുണ്ടോ? അതെങ്ങനെയാണ് പുറത്തുപോയത് ഈ കാലഘട്ടത്തിലാണല്ലോ, ഇതേ സമാന കാലഘട്ടത്തിലാണല്ലോ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണ്ണ കച്ചവടം അല്ലെങ്കിൽ സ്വർണത്തിന്റെ കടത്ത് നടത്തിയെന്ന ആരോപണമൊക്കെ ഉയർന്നു വന്നത്. അന്ന് കടത്തിയ സ്വർണ്ണങ്ങളിൽ ഈ ശബരിമലയിലെ സ്വർണം കൂടി ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ ഈ പറയുന്ന ഇന്റർനാഷണൽ ബന്ധമൊക്കെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിലൊക്കെ CPM-ന്റെ പ്രതിനിധി ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി കഴിയും. ഇവിടെ 2019 ഇവിടെ നിന്ന് ഈ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും കൊണ്ടുപോയതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണോ 2024 നിങ്ങൾ വീണ്ടും അത് കൊടുത്തയക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന ചോദ്യം വന്ന് പതിക്കുന്നത് എവിടെയാണ്? ഹൈക്കോടതിയുടെ ചോദ്യം വന്ന് പതിക്കുന്നത് എവിടെയാണ്? അത് പ്രശാന്തിലല്ലേ? ആ പ്രശാന്തിനെ ചോദ്യം ചെയ്യേണ്ട ഘട്ടമുണ്ടായപ്പോൾ പലപ്പോഴും അതിലൊക്കെ ഒഴിഞ്ഞു മാറുന്ന സമീപനം ഉണ്ടായത് കൊണ്ടാണല്ലോ SITയുടെ അന്വേഷണത്തെ നമ്മൾ ഇവിടെ സംശയിക്കുകയോ അല്ലെങ്കിൽ SITക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാവുകയോ ചെയ്യുന്നുണ്ട് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എല്ലാം കഴിയട്ടെ, ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നൊരു വാർത്ത ബ്രേക്കിംഗ് ആയി നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ വന്നു. ഇതുവരെ ചോദ്യം ചെയ്തില്ലല്ലോ. എന്നാൽ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ വരാതിരുന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ. കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും SIT വിളിച്ചു വരുത്തി. കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും SIT വിളിച്ചു വരുത്തിയിട്ട് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് വാർത്ത പുറത്തു വന്നത്? ഒരു ഈച്ച പോലും അറിഞ്ഞില്ല. എന്തുകൊണ്ട് അറിഞ്ഞില്ല? എന്തേ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് വിവരം കിട്ടാതെ പോയി? അപ്പോൾ നിങ്ങൾക്ക് പോലും വിവരം കിട്ടാതെ, നിങ്ങളുടെ സ്റ്റിങ്ങർമാർക്ക് പോലും വിവരം കിട്ടാതെ ചില കാര്യങ്ങൾ ചെയ്യാനും SITക്ക് അറിയാം. അത് പൊളിറ്റിക്കലായിട്ടുള്ള ചില ഡിസിഷൻസിന്റെ ഭാഗമായിട്ടാണ് എന്നത് വ്യക്തമാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ SIT ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്ന അന്ന്, ആ മാർച്ച് നടക്കുന്ന സമയത്ത് മാത്രമാണ് ഇവരെ വിളിച്ച് ചോദ്യം ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. കടകംപള്ളി പറഞ്ഞത് അതൊരു മുഖാമുഖമായിരുന്നു എന്നാണ്. SITയുടെ തന്നെ ചില പ്രതികരണങ്ങൾ പോലെ വന്നത് അത് അഭിമുഖമായിരുന്നു. ഇവർ അഭിമുഖം നടത്തുകയോ മുഖാമുഖം നടത്തുകയോ കിന്നാരം പറയുകയോ എന്നുള്ളതല്ല വിഷയം. ഇവരെ അവിടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് മറച്ചു വെക്കുകയും എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ക്രിമിനൽ ഇന്റൻഷൻ ഇല്ലാത്ത, ക്രിമിനലായി പ്രതി ചേർക്കപ്പെടാൻ പോലും സാധിക്കാത്ത, ആ കേസിന്റെ ക്രൈമിന്റെ പാർട്ടിന്റെ 7 അയലത്ത് പോലും ഇല്ലാത്ത ഒരു MP-യെ അനാവശ്യമായി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു എന്നുള്ള വാർത്ത കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടാവുന്ന ഇവിടെ നിന്നാണ്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായ ഇടപെടലുകളുണ്ട്. രാഷ്ട്രീയമായ രീതിയിൽ ഇതിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ കേസിൽ രാഷ്ട്രീയമായി കേരളത്തിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അത് CPM-ന് മാത്രമാണ്. കാരണം പൂർത്തീകരിക്കട്ടെ. പോറ്റി വന്നതിന് ശേഷവും UDF-ഉം LDF-ഉം എല്ലാം തന്നെ ഭരണത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരുടെ കാലത്താണ് ശബരിമലയിലെ സ്വർണ്ണ മോഷണം പോയത്? ഏത് ദേവസ്വം ബോർഡിന്റെ കാലത്താണ്?
പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്താണോ, അതല്ല പ്രശാന്തിന്റെ കാലത്താണോ, പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്താണോ, പത്മകുമാറിന്റെ കാലത്താണോ, വാസുവിന്റെ കാലത്താണോ? വാസുവിനെ നിയമിച്ചതാരാ? പത്മകുമാറിനെ നിയമിച്ചതാരാ? ഈ പ്രശാന്തിനെ നിയമിച്ചതാരാ? ഇവരെല്ലാം നിയമിച്ചത് CPM-ന്റെ രാഷ്ട്രീയമായ നിയമനമല്ലേ? ഇവരൊക്കെ പേരിൽ പ്രതിയാക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ജയിലിൽ കിടക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഏത് സംഘടനയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്? കടകംപള്ളിയുടെ വിശ്വസനല്ലേ? അപ്പൊ കടകംപള്ളി മന്ത്രിയായി നിൽക്കുന്ന, നോക്കൂ, മന്ത്രിയായിരിക്കുന്ന കടകംപള്ളിക്ക് അടുത്തേക്ക് പോറ്റിക്ക് സ്വാധീനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ മന്ത്രിയുടെ പാർട്ടിലാണോ, അതല്ല ഭരണപക്ഷത്തല്ലാതിരിക്കുന്ന മറ്റൊരാളെ കണ്ടാൽ ആരുടെ പക്ഷത്താണ്? എല്ലായിടങ്ങളിലും സ്വാധീനം ഉറപ്പിച്ചു ജിനീഷ്. നമ്മൾ അങ്ങനെ തന്നെ കാണണം. ഒരു പക്ഷം കാണുമെന്ന് പറയാൻ പാടില്ലല്ലോ. പക്ഷെ താങ്കൾ പറയുന്നത് പോലെ ഭരണപക്ഷത്ത് LDF ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ അത് വിശദീകരിക്കാനുള്ള ബാധ്യത LDF-നുണ്ട്. ഞാനത് പൂർണ്ണമായും അംഗീകരിക്കുന്നു ജിനീഷ് പറഞ്ഞ ഒരു ഭാഗം. അവിടെ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഡോക്ടർ അരുൺകുമാർ ശ്രമിക്കുന്നത് ശരിയായ സമീപനമല്ല. അത് പറയാതിരിക്കാൻ സാധിക്കില്ല. ഭരണത്തിലിരിക്കുന്ന സമയത്ത് CPM നിയമിച്ച 100% ഞാൻ താങ്കളോട് യോജിക്കുന്നു പൂർണ്ണമായും. ഭരണപക്ഷത്തിരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള മന്ത്രി പോയി കാണുന്നത് പോലെയല്ല പ്രതിപക്ഷത്തിരിക്കുന്ന MP പോയി വീട്ടിൽ പോയി സന്ദർശനത്തിൽ. രണ്ടും രണ്ടാണ്, സംശയമൊന്നുമില്ല. ജനീഷ് എന്നത് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. ശരി ജനീഷ്. Debate with Dr. Arun Kumar.